ഹേമയെ കുറിച്ച് ചോദിച്ചാൽ എൻ്റെ ആൻറ്റി എന്ന് പറയുന്ന ആദ്യമാണ്. അതുകൊണ്ട് ആ ചോദ്യമേ ഇല്ല. ഈ ഇൻട്രോ കട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പെടും. നമുക്ക് വേറെല്ലാം പറയാം. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നെഗറ്റീവാണ്. കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ വ്യൂ ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോഴാണ്. ഞാനൊരു വലിയ സംഭവം അല്ലേ? അല്ലേ, എന്റെ പ്രതികരണം എന്ന് പറയുന്നത് എനിക്കത് ഒരിക്കലും നിങ്ങളുടെ TRP കൂട്ടാൻ വേണ്ടിയിട്ട് തരാനുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നാറില്ല. തീർച്ചയായിട്ടും എന്റെ പ്രതികരണം എനിക്ക് അറിയിക്കേണ്ടത് എന്റെ അസോസിയേഷനിലുള്ളവരോ അല്ലെങ്കിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോടോ അല്ലേ. മീഡിയയുടെ മുമ്പിലോ ജനങ്ങളുടെ മുമ്പിലോ പ്രകടിപ്പിക്കണം താല്പര്യമില്ല, അതുകൊണ്ട് ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. ബുദ്ധി നിങ്ങൾക്ക് കുറവാണെന്നറിയാം. എന്നാര് പറഞ്ഞു? അതുകൊണ്ടാണല്ലോ ഈ പണിക്ക് വന്നത്. നിങ്ങളുടെ തൊഴിലിടത്തിൽ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങളത് എങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത് അത് നിങ്ങൾ ഒരിക്കലും പബ്ലിക്കലി വന്നിട്ടല്ല നിങ്ങൾ സംസാരിക്കുക അല്ലേ. നിങ്ങൾ എങ്കിൽ ഈ പരിപാടി പൊളിഞ്ഞു തന്നെ. നിങ്ങൾക്ക് 4 ദിവസം ഒരു വാർത്തയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അതിനകത്ത് കാണിക്കുന്ന കുറെ പരിപാടികളുണ്ട്. ആ പരിപാടികൾ എന്തിനാന്നുള്ളത് എനിക്ക് മനസ്സിലാവാറില്ല. എടാ, ഇങ്ങനെ തിന്നു തൂറി നേരം കളയാതെ പറമ്പിലോട്ട് പോയി 4 തെങ്ങിന് തറയെടുത്തൂടെ. നിങ്ങൾ പറയുന്നത് സത്യമാണോ അത് നിങ്ങൾ ഉറപ്പിച്ച് പറയുന്നില്ല. നിങ്ങൾ പറയുന്നത് നുണയാണോ അതും നിങ്ങൾ ഉറപ്പിച്ച് പറയുന്നില്ല. ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. തന്നെ ഉറപ്പില്ലാത്തൊരു ന്യൂസാണ് നിങ്ങൾ എപ്പോഴും ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ എന്തിനാണ് ആൾക്കാരുടെ അടുത്ത് പറയുന്നത്? അപ്പൊ അത് നിങ്ങളുടെ നെഗറ്റീവ് ജേർണലിസ്റ്റ് ആണെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ചെയ്യിക്കുന്നത് നിങ്ങൾ ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിക്കുകയാണ്. ആ കൺഫ്യൂസ് ചെയ്യിക്കുക. നിങ്ങളൊരു കാര്യം ക്ലിയർ ആയിട്ട് പറയാ. കൃത്യമായിട്ട് അറിയുമെങ്കിൽ കൃത്യമായിട്ട് പറയാം. കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ നിങ്ങൾ അതിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കരുത്. അങ്ങനെ ആയിരുന്നോ, അവരവിടെ പോയിരുന്നോ, വന്നിരുന്നോ, അതറിയാനാണ് ഞങ്ങൾ നിങ്ങളുടെ ചാനൽ കാണുന്നത്. അല്ലാണ്ട് ഞങ്ങൾ പുലിയുടെ വായിലേക്കാണ് ഞാൻ ഓടിക്കറിയത്. ആയുസിന്റെ ബലം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. നിങ്ങൾ എന്തായാലും അത് ചോദിക്കുന്നത് എനിക്കറിയാം. നിങ്ങൾക്ക് അത് ചോദിക്കാതെ ഇവിടെ പോകാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ പ്രശ്നം വെച്ചൊരു TRP ഉണ്ടായിക്കൂടെ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് അത് ഇഷ്ടമുള്ളൂ. അതോ പ്രണയം എല്ലാത്തിനും ഒരു പരിഹാരമാണ്. മരുന്നാണ് എല്ലാത്തിനും പരിഹാരം. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ.